ക്ഷേത്ര പരിസരത്ത് ഉച്ചിഷ്ട ഭഗവതി അമ്പിയിൽ ആടിത്തുള്ളി തിമിർക്കുകയാണിപ്പോൾ. ചിറക്കൽ ശ്രീ ചാമുണ്ടിക്കോട്ടത്തെ കളിയാട്ട വിശേഷങ്ങളിലെ അവസാന നാളിലാണ് നാം ഇന്നെത്തിയിരിക്കുന്നത്. 5 പകലും രാത്രിയുമായി നടക്കുന്ന കളിയാട്ട മാമാകത്തിന് ഇതോടെ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. അവസാന നാളിൽ കെട്ടിയാടിയ അത്യപൂർവമായ തുളുതെയ്യമായ പുലിച്ചാമുണ്ടിയെയാണ് നാം ഈ കാണുന്നത്. കളിയാട്ടത്തിന്റെ അവസാന നാളായതിനാൽ അത്യധികം ഭക്തജന തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഈ തിരക്കിനിടയിൽ നിന്നും അത്യധികം പ്രയാസപ്പെട്ടെടുത്ത ഈ വീഡിയോയിൽ പല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുമെന്ന വിശ്വാസത്തോടെ റിവീൽ ഫോക്ലോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കരുവാൾ ഭഗവതി സകല ചരാചരങ്ങൾക്കും നാഥയായ ആദിപരാശക്തിയുടെ ചൈതന്യമൂർത്തിഭാവമാണ് കരുവാൾ ഭഗവതിയുടേത്. മഹാമന്ത്രമൂർത്തിയായ കരുവാളമ്മ മഹാശക്തിശാലിയായ കുട്ടിച്ചാത്തന്റെ സഹോദരി സ്ഥാനത്തു നിലകൊള്ളുന്നതായി കണക്കാക്കപ്പെടുന്നു. പണ്ട് പാർവതി പരമേശ്വരന്മാർ വള്ളുവനും വള്ളുത്തിയുമായി കഴിയുന്ന കാലം അവർക്ക് ജനിക്കുന്ന മക്കളായിരുന്നു ആൺകുഞ്ഞായ കുട്ടിച്ചാത്തനും പെൺകുഞ്ഞായ കരുവാളമ്മയും. സന്തതികളില്ലാത്ത കാളകാട്ടിലത്ത് ഒരു മകനായി കുട്ടിച്ചാത്തനെ കിട്ടിയപ്പോൾ ആ മലയിൽ തന്നെ ഒരു വനദേവതയെപ്പോലെ വസിക്കുകയായിരുന്നു കരുവാളമ്മ. പിൽക്കാലത്ത് ഗന്ധർവാദികളെ പോലെ സഞ്ചരിച്ച് പലരിലും ആവേശിച്ചു. അങ്ങനെ പൂവും നീരും ഗുരുതിയും കെട്ടിക്കോലവും കൈക്കൊണ്ട് പല മാന്ത്രിക സ്ഥാനങ്ങളിലും കുടിയിരിക്കപ്പെട്ടു. കാട്ടുമാടമില്ലമാണ് കരുവാൾ ഭഗവതിയുടെ ആരൂഢ സ്ഥാനമായി കണക്കാക്കുന്നത്. ഉച്ചിട്ട ഭഗവതി അഥവാ വടക്കിനകത്തച്ചി. പ്രധാനമായും ഈ തെയ്യം കെട്ടിയാടിക്കുന്നത് മന്ത്രവാദ പാരമ്പര്യമുള്ള ഇല്ലങ്ങളിലും വീടുകളിലുമാണ്. സാധാരണ മലയ സമുദായത്തിലുള്ളവരാണ് ഈ തെയ്യം കെട്ടിയാടാറുള്ളതെങ്കിലും അപൂർവമായി വേറെ സമുദായത്തിൽപ്പെട്ടവരും കെട്ടിയാടപ്പെടുന്നു. അതിസുന്ദരിയും തമാശക്കാരിയുമായ ഈ ദേവത സ്ത്രീകളുടെ ഇഷ്ടദേവതയാണ്. മന്ത്രമൂർത്തികളിലും പഞ്ചമൂർത്തികളിലും വളരെ പ്രധാനിയാണ് ഉച്ചിട്ട ഭഗവതി. അതുകൊണ്ട് തന്നെ വിവിധ കളരിസ്ഥാനങ്ങളിൽ ഈ ഭഗവതിയുടെ കോലം കെട്ടിയാടപ്പെടുന്നു. പ്രമുഖ മാന്ത്രിക ഇല്ലങ്ങളായ കാളകാട്ടില്ലം, കാട്ടുമാടമില്ലം, കൂത്തില്ലം, പൂന്തോട്ടം എന്നിവയാണ് ഈ ദേവിയുടെ ആരൂഢ സ്ഥാനങ്ങൾ. ഉച്ചിട്ട ഭഗവതിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പലതരം കഥകളുണ്ട്.
അതിലൊന്ന് കംസന്റെ ജീവൻ അപഹരിക്കാൻ ജനിച്ച കൃഷ്ണന് പകരം കൊള്ളാനൊരുങ്ങിയ യോഗമായയാണ് ഉച്ചിഷ്ട ഭഗവതി എന്നാണ്. വേറൊരു കഥ പറയുന്നത് അതിങ്ങനെയാണ്. ഒരിക്കൽ അഗ്നിദേവന്റെ തേജസ്സിൽ നിന്നും ഒരു കനൽ അടർന്നു വീണെന്നും അത് പതിച്ചത് ബ്രഹ്മദേവന്റെ ഇരിപ്പിടമായ താമരയിതളിലുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും സുന്ദരിയായ ഒരു ദേവിയുണ്ടായി. ആ ദേവിയെ കണ്ട ബ്രഹ്മദേവൻ ദേവിയെ കാമദേവന്റെ കൂടെ ശിവന് സമർപ്പിച്ചു. പിന്നീട് ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം ശിഷ്ടപരിപാലനത്തിനായി ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഉച്ചിഷ്ട ഭഗവതി ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത്. അഗ്നിപുത്രി ആയതുകൊണ്ടാണ് തീയിലിരിക്കുകയും തീക്കനൽ കൊണ്ട് കളിക്കുകയും ചെയ്യുന്നതെന്ന് കരുതപ്പെടുന്നു. സുഖപ്രസവത്തിനായി ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഈ ദേവിയെയാണ്. പാർവതി ദേവിയുടെ ഒരു സങ്കല്പമാണ് ഉച്ചിഷ്ട ഭഗവതി. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടാണ്, അതായത് കംസന്റെ എന്തെങ്കിലും ഭൂമിയിൽ ജനിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഉച്ചിട്ടയായതെന്ന് ചിലർ കരുതപ്പെടുന്നു. അഗ്നിയിൽ ആടിക്കളിക്കാൻ ഉച്ചിഷ്ട ഭഗവതി അഗ്നിക്കരിയിൽ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രസന്നിധിയിൽ അഗ്നിയിൽ ആടി തിമിർക്കുകയാണ് ഉച്ചിഷ്ട ഭഗവതി. ക്ഷേത്രത്തിലെ ഗുരുസ്വാരാണ് സംഭവമാണ് ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചു നൽകിയത്. ഉച്ചിഷ്ട ഭഗവതിയുടെ അഗ്നിയിലുള്ള ആനന്ദ നൃത്തമാണ് ക്ഷേത്രസന്നിധിയിൽ. ക്ഷേത്ര പരിസരത്ത് ഉച്ചിഷ്ട ഭഗവതി അഗ്നിയിൽ ആടി തുള്ളി തിമിർക്കുകയാണിപ്പോൾ.